നമസ്കാരം. ഗാസയിൽ ഒരു മാസത്തേക്ക് കൂടി വെടിനിർത്തലിനായി ഇസ്രായേൽ സമ്മതിച്ചു. ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ നിർദ്ദേശമാണ് ഇസ്രായേൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റമദാൻ മാസവും ജൂതന്മാരുടെ പ്രത്യേക ആഘോഷവും കണക്കിലെടുത്താണ് ഒരു മാസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ ഇസ്രായേൽ സമ്മതിച്ചത്. നേരത്തെ ഒന്നാം ഘട്ടം വെടിനിർത്തൽ നീട്ടുന്നതിനോട് ഹമാസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. രണ്ടാം ഘട്ടം വെടിനിർത്തൽ പ്രത്യേകമായി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച് ഇനിയും യാതൊരു തരത്തിലുമുള്ള തീരുമാനമായിട്ടില്ല. ഒന്നാം ഘട്ടം വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ നിരവധി ബന്ദികളെ വിട്ടയച്ചിരുന്നു. അവർക്ക് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുകയായിരുന്ന ഫലസ്തീൻ പൗരന്മാരെയും വിട്ടയച്ചിരുന്നു. ഹമാസുമായുള്ള 42 ദിവസം നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറാണ് കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചത്. കഴിഞ്ഞ ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ച ഒന്നാം ഘട്ടം വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ വീണ്ടും നീട്ടാൻ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നത്. എന്നാൽ ഹമാസ് തീവ്രവാദികളാകട്ടെ ഇതിനോട് ശക്തമായ വിയോജിപ്പ് കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാർ നീട്ടൽ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, അവർ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രായേലും ഹമാസും അവരുടെ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദർ അബ്ദുല്ലാട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരുകയാണ്. ഇതിന് ആതിഥ്യം വഹിക്കുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലാണ് ഈ യോഗം നടക്കുന്നത്. നേരത്തെ ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷം അവരെ എവിടെ പാർപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ജോർദാനും ഈജിപ്തും ഇക്കാര്യം തയ്യാറാകണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അന്ന് വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ട്രംപ് ഭീഷണിയും മുഴക്കിയിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു അറബ് രാജ്യങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടി ഇക്കാര്യത്തിൽ അവരുടെയൊക്കെ ഒരു സഹായം തേടുക എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ ഗാസയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തടഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വീണ്ടും ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നാരോപിച്ചാണ് ഗാസയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ്, അവരുടെ വിതരണം എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തടഞ്ഞത്. ഏതായാലും സ്ഥിരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ ഇസ്രായേലും ഹമാസും ഇനിയും തീർത്തും ധാരണയാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്ക ഇപ്പോൾ താൽക്കാലികമായി ഒരു മാസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ ഇസ്രായേലിന് നിർദ്ദേശം നൽകിയത്. ഏതായാലും ഹമാസും ഇക്കാര്യം അനുസരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടലുണ്ടാകുമെന്നും അത് തങ്ങളുടെ നാശത്തിലേക്കായിരിക്കും എത്തിക്കുക എന്നും ഹമാസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉയർത്തിയെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ ഈ കരാർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. കരാർ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ഹമാസ് ഭീകരർ വീണ്ടും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും വെടിനിർത്തൽ കരാർ നീട്ടാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹമാസിനും ഇത് അനുസരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട ആയുധക്കടത്തിന് നേതൃത്വം നൽകുന്ന നേതാവിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു. ഇരു സംഘടനകളും ഹമാസും ഹിസ്ബുള്ളയും വീണ്ടും ആയുധം സംഭരിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനും അങ്ങനെ ഇസ്രായേലിന് നേരെ തിരിച്ചടി ആരംഭിക്കാനും നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്ക ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയും പോലുള്ള തീവ്രവാദ സംഘടനകളെ ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന് അമേരിക്ക പൂർണ്ണമായ പിന്തുണയും നൽകുന്നുണ്ട്. ഏതായാലും ഹമാസ് ഈ വെടിനിർത്തൽ തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്ന് അവരുടെ നേതൃത്വത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം.